തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൊന്മുടിക്കടുത്തുള്ള വിതുര കല്ലാർ. ദിവസേന നിരവധി പേർ എത്തുന്ന ഇവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. കല്ലാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ 30ഓളം പേർ ഇതുവരെ മരിച്ചിട്ടുണ്ട്. കാഴ്ചയിൽ അതിമനോഹരിയാണ് കല്ലാർ. പക്ഷേ അപകടം പതിയിരിക്കുന്നൊരിടം. ദിവസവും പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ നിരവധി പേരാണ് കല്ലാർ തേടി വരുന്നത്. പ്രദേശത്തെ അപകട സാധ്യതകളെക്കുറിച്ച് അറിയാത്തവരാണ് വരുന്നവരിൽ കൂടുതലും. ഏതു നിമിഷവും പ്രതീക്ഷിക്കാതെ കല്ലാറിലേക്ക് മലവെള്ളം കുത്തിയൊഴുകിയെത്തും. അപകട സാധ്യതകൾ ഏറെയാണ്. 30ഓളം പേർക്ക് കല്ലാറിലെ വിവിധ കയങ്ങളിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതാണ് അപകടത്തിന് കാരണം. കല്ലാർ അടിപൊളിയാണ്. ഇത് പക്ഷേ ഇതേപോലെ ഈ ടീമായിട്ടൊക്കെ വന്നിട്ട് കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ ഈ അധികം ദൂരെയൊന്നും പോകാതെ ഇവിടേക്ക് ഇറങ്ങി കുട്ടികളായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ നിലവിലില്ല. പക്ഷേ ഇവിടെയുള്ള ലോക്കൽസ് പറയുന്നുണ്ട് ദൂരെയൊന്നും പോകരുത്, ഇവിടേക്ക് വേണമെങ്കിൽ ഇറങ്ങിയിട്ട് പോവാം. ടൂറിസ്റ്റ് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ഗൈഡുകളൊക്കെ ഉണ്ട്. ഈ സ്പോട്ട് കേന്ദ്രീകരിച്ച് അവിടെ ആരും ഇറങ്ങാൻ അനുവദിക്കില്ല. മറ്റ് സ്പോട്ടുകളല്ലാത്ത പ്രദേശമുണ്ട്, വലിയ വലിയ കയങ്ങളുള്ള പ്രദേശമുണ്ട്. അവിടെയൊക്കെ ഇവർ ഇറങ്ങി വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കല്ലാറിൽ മീൻമുട്ടി എന്ന മേഖല മാത്രമാണ് സർക്കാർ സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണമില്ല. കൃത്യമായ സുരക്ഷാ സംവിധാനവും നിയന്ത്രണവും ഉണ്ടെങ്കിൽ സംസ്ഥാനത്തെ തന്നെ മികച്ചൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇവിടത്തെ മാറ്റാനാകും. വീഡിയോ ജേർണലിസ്റ്റ് ഗോവൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റിനു ശ്രീധരാണ് ചേരുന്നത്. റിനു, പ്രത്യേകിച്ച് പൊന്മുടിയിലേക്കുള്ള യാത്രയിലുള്ള യാത്രാ വഴി കൂടിയുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ കൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ കല്ലാർ മേഖലയിലുള്ള ഇടവഴികൾ ഉൾപ്പെടെയുള്ള നീന്തൽക്കുളങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് ഈ കൂടുതൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്? ഏകദേശം 30ഓളം പേർ ഇതുവരെ മരിച്ചിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ. ഒരു സുരക്ഷാ സംവിധാനം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും പൊന്മുടിയിലേക്ക് പോകുന്ന അതേ വഴിയിൽ തന്നെയാണ് ഈ കല്ലാർ എന്ന് പറയുന്ന പ്രദേശവും. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. പക്ഷേ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല ഈ പ്രദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ലഭിക്കുന്ന വിവരവും. പഞ്ചായത്തിൻ്റെ പോലും നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ്. ഇവിടെ കല്ലാർ എക്കോ ടൂറിസം മീൻമുട്ടി എന്ന് പറയുന്ന ഒരു പ്രദേശം മാത്രമാണ് സർക്കാരിൻ്റെ എക്കോ ടൂറിസം അല്ലെങ്കിൽ ടൂറിസം വകുപ്പിൻ്റെ വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ളത്. ഇതിൻ്റെ സമീപത്തായി വളരെ മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളാണ്, വിവിധ കയങ്ങളാണ്, വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളാണ്. ഈ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്തേക്ക് 40 രൂപ പാസ് കൊടുത്തു വേണം അകത്തേക്ക് കയറാൻ. പക്ഷേ അവിടെ കുളിക്കുവാനും നീന്തുവാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടെങ്കിലും ഇവിടേക്ക് ആളിനെ ഇവർ ഇറക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ ഒന്ന് മുങ്ങിക്കുളിക്കുവാൻ വേണ്ടി ഇവർ സമീപ പ്രദേശത്തെ ഈ കല്ലാറിൻ്റെ തന്നെ വിവിധ മേഖലകൾ തേടിയെത്താറുണ്ട് എന്നുള്ളതാണ്. ഈ പ്രദേശങ്ങളിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതും. ഇവിടെ ഒരു തരത്തിലും നിയന്ത്രണമില്ല. VSS അതായത് വനം സംരക്ഷണ സമിതിയുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശങ്ങളെല്ലാം ഉള്ളത്. പക്ഷേ ഇവിടെ വേണ്ടത്ര ജാഗ്രതാ ബോർഡുകൾ പോലും ഇല്ല എന്നുള്ളതാണ്. ഇവരെ നിയന്ത്രിക്കുവാൻ ആരുമില്ല. നാട്ടുകാർ പറഞ്ഞാൽ ഈ വരുന്നവർ അനുസരിക്കുകയുമില്ല. ഇവർ എൻജോയ് ചെയ്യുവാൻ വേണ്ടിയാണ് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കയങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനമായി ഈ പൂന്ത്ര സ്വദേശിയായിട്ടുള്ള ഒരു പോലീസുകാരനാണ് 2 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ മരണമടഞ്ഞത്. പോലീസിന് തന്നെ അനൗദ്യോഗിക